കൽക്കി 2898 AD ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. പ്രഭാസിനെ നായകനാക്കി നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി 2898 AD എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ വലിയ കളക്ഷൻ നേടി മുന്നേറുകയാണ്. ഒരു ഗംഭീര വിജയത്തിലേക്ക് തന്നെയാണ് ചിത്രം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുമോ, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു സപ്പോർട്ട് എന്ന നിലയിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കൽക്കി എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ, ആ സെക്കൻഡ് പാർട്ട് എപ്പോൾ വരും എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് 190 കോടിക്ക് മുകളിലാണ് ഫസ്റ്റ് ഡേ തന്നെ കളക്ഷൻ നേടിയിരിക്കുന്നത്. ഒരു ഗംഭീര വിജയം തന്നെ ഈ ഒരു ചിത്രത്തിന് നേടാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ സംവിധായകനായിട്ടുള്ള നാഗശ്വിൻ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിട്ടുള്ളതാണ്. ഇതൊരു പ്രത്യേക യൂണിവേഴ്സിൽ പെടുന്ന സിനിമയാണ്. അതായത് നമ്മളൊക്കെ ഹോളിവുഡിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ഒരു യൂണിവേഴ്സാണ്. ഇതിൽ നമ്മുടെ മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളും സയൻസ് ഫിക്ഷനും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ, സിനിമയെ പറ്റിയുള്ള റിവ്യൂ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളത് എടുത്ത് കാണുക. എന്നിട്ട് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണുക. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഈ സിനിമയുടെ എന്നല്ല, ഏതൊരു സിനിമയുടെ ആണെങ്കിലും സെക്കൻഡ് പാർട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഒരു ഗംഭീര വിജയമാകണം. അതായത് സാമ്പത്തികമായിട്ട് വിജയമാകണം. ഈ ഒരു ചിത്രത്തിൻ്റെ ആദ്യ ദിനത്തിലെ കളക്ഷൻ തന്നെ 190 കോടിക്ക് മുകളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനൊരു ഗംഭീര വിജയം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് അത്രയ്ക്ക് വലുതാണ്. ഇത് 600 കോടി മുതൽ മുടക്കിൽ വന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതിന് സാമ്പത്തികമായിട്ട് വിജയം നേടണമെന്നുണ്ടെങ്കിൽ ഒരു 1200 കോടിക്ക് മുകളിൽ കിട്ടിയാൽ മാത്രമേ പ്രൊഡ്യൂസർക്ക് നഷ്ടമില്ലാതെ പോകത്തുള്ളൂ. അതായത് ഒരു ചിത്രത്തിന് കിട്ടുന്ന തുകയുടെ ഏകദേശം 45%, 50% മാത്രമാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്. തിയേറ്റർ ഉടമകളും ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബാക്കി തുക പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ 1200 കോടിക്ക് മുകളിൽ കിട്ടിയാൽ മാത്രമേ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുകയുള്ളൂ. എന്നിരുന്നാൽ മാത്രമേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് സാധ്യമാവുകയുള്ളൂ. ഈ ചിത്രത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസും ഫസ്റ്റ് ഡേയിലെ തന്നെ മികച്ച കളക്ഷനും ഒക്കെ നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും 1200 കോടിക്ക് മുകളിൽ പോകുമെന്ന് ആണ് തോന്നുന്നത്. അത് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഇന്ത്യൻ സിനിമകൾ അധികം 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടില്ല. വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രം. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ദംഗലാണ്. 2023 കോടി രൂപയാണ് ദംഗൽ കളക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമുള്ളത് ബാഹുബലിയുടെ സെക്കൻഡ് പാർട്ടാണ്. അതിന് 1810 കോടിയാണ് കളക്ഷൻ നേടാൻ സാധിച്ചത്. പിന്നീട് വരുന്നത് RRR ആണ്. അതിന് 1387 കോടിയാണ്. അതിനുശേഷം KGF സെക്കൻഡ് പാർട്ട് 1200 കോടി. അതിനുശേഷം വരുന്നത് ജവാനാണ്, 1148 കോടി. അതിനുശേഷം ഷാരൂഖ് ഖാൻ്റെ തന്നെ 10 സിനിമ 1050 കോടി. ഇത്രയും ചിത്രങ്ങൾ മാത്രമാണ് 1000 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള ചിത്രം. അതുകൊണ്ട് തന്നെ 1000 കോടി കളക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സിനിമ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്രയ്ക്ക് മികച്ച ഒരു ചിത്രം തന്നെയാണ്. എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ചിത്രമാണ്. കൂടാതെ ചിത്രത്തിന് എങ്ങു നിന്നും പോസിറ്റീവ് റെസ്പോൺസുകളും മികച്ച കളക്ഷനും തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ വലിയൊരു സക്സസ് ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴത്തെ പോക്ക് തുടരുകയാണെങ്കിൽ 1000 അല്ല 1500 അല്ല ഒരു 2000 കോടിയെങ്കിലും കളക്ട് ചെയ്യുമെന്നാണ് ഈ ഒരു പോക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ട് ഉണ്ടാകും. ഇതുപോലെയുള്ള ചിത്രങ്ങളുടെ സെക്കൻഡ് പാർട്ടിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ഇത്രയ്ക്ക് മികച്ച ഒരു ചിത്രം ഇന്ത്യയിൽ ഉണ്ടായത് തന്നെ നമുക്ക് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പണ്ട് ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ട് കൊതിച്ചിട്ടുള്ള പോലൊരു സിനിമ തന്നെയാണിത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക.